എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഏവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നന്ദി പറയട്ടെ. കാരണം ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയട്ടെ. ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. കാരണം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പല പല പരിപാടികൾ നമ്മൾ പോകാറുണ്ട്. പലയിടത്തും ഒരു എനർജി ഉണ്ടാവില്ല. പേരിന് എല്ലാവരും കൂടെ വന്ന് കൂടി പോകുന്നു എന്നല്ല, ബട്ട് ഹിയർ ഐ ക്യാൻ ഫീൽ ദ എനർജി. ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കീപ് ഇറ്റ് അപ്പ്. വിദ്യാഭ്യാസത്തെ പറ്റിയും പഠിത്തത്തെ പറ്റിയൊക്കെ നിങ്ങൾ സ്കൂളിലും ക്ലാസ്സിലും എല്ലാം ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പോയി പഠിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്ക്. ഇനി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും 10ാം ക്ലാസ് വരെ പഠിക്കുക, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സുഖമെന്ന് പറയും. പക്ഷേ 10ലെത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ആ പറഞ്ഞൊക്കെ കള്ളമായിരുന്നു. അന്നേരം പറയും ഇനി 12 വരെ ശരിക്കും പഠിക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ സുഖമെന്ന് പറയും. പക്ഷെ 12 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ അതും സത്യമല്ല, അത് കഴിഞ്ഞ് പിന്നെയും പഠിക്കാനുണ്ടാവും. പഠിത്തം ജീവിതകാലം മുഴുവനുള്ളൊരു സംഭവമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. നമ്മളത് എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്ത് സന്തോഷമായിട്ട് നമുക്കൊരു ഫീൽ ഗുഡ് വേണം. അല്ലാതെ എന്തോ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന പോലെ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ യു ഹാവ് ടു എൻജോയ്. നിങ്ങൾക്ക് ചെയ്യുന്നതിൽ ജോലി അതുപോലെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയിൽ എത്തിച്ചേർന്നാൽ അത് ജോലിയായിട്ട് തോന്നൂല. കാരണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ രസമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. ഒരു ചിത്രം വരയ്ക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നിങ്ങളുടെ ജോലിയായിട്ട് കിട്ടി ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞ പോലെയാണ്. വാട്ട് എവർ യു ലൈക്ക്, വാട്ട് യു ലവ്, അത് തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദൈവാനുഗ്രഹം കൂടെയാണ്. പക്ഷെ ഇന്ന് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയുടെ വളർച്ചയും എല്ലാം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കാം. ഇത്രയും കാലം പഠിച്ച പാഠങ്ങൾ, നമ്മൾ ശീലിച്ച സിലബസുകൾ, ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് മതിയാവില്ല. ക്ലാസ് റൂമിൽ പഠിക്കുന്നത് മാത്രം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാലം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുക. പല ജോലികളും ടെക്നോളജി എടുത്തുകൊണ്ട് പോവാണ്. 2019 ഈ കോവിഡ് വരുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് ചൈനയിൽ പോയി. ജസ്റ്റ് മുമ്പാണ് പുള്ളി തിരിച്ചു വന്നപ്പം ഇവിടെ കോവിഡ് വന്നു. പക്ഷെ പുള്ളി അല്ല കേട്ടോ കോവിഡ് കൊണ്ടുവന്നത്. പക്ഷെ അയാൾ ചൈനയിൽ നിന്ന് ആ സമയത്താണ് വന്നത്. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അയാളല്ല. അപ്പോൾ മൂപ്പര് ചൈനയിൽ പോയി വന്നപ്പം എൻ്റെ അടുത്ത് പുള്ളിയുടെ അനുഭവം പറഞ്ഞു. എന്താണെന്ന് പറയുക, നമ്മൾ ഈ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ചൈനയിലുള്ളൊരു ഇൻഫോ പാർക്കിലേക്കാണ് ഇവർ പോകുന്നത്. അവിടെ ആ പാർക്കിനകത്ത് കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഇദ്ദേഹം വേറെയും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവിടെ ബിസിനസ് ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അവിടെ ഈ ക്യാമ്പസിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു കാറിനകത്താണ് കയറുന്നത്. ഈ കാറിൽ കയറിയിട്ട് ഏത് കെട്ടിടത്തിൽ, കുറേ കെട്ടിടമുണ്ട്, ഏത് കെട്ടിടത്തിൽ ഏത് ഓഫീസിലാണെന്ന് അതിനകത്ത് എൻട്രി ചെയ്യാണ്, എഴുതുകയാണ്. ഡ്രൈവറില്ല, ഈ കാറിന് ഡ്രൈവറില്ല. ഇത് 19ലാണ്. ഓട്ടോണോമസ് വെഹിക്കിൾ എന്ന് പറയും. ഇന്ത്യയിൽ ഇപ്പോഴും അത് വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയിലും ചൈനയിലും ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ എങ്ങനത്തെയാണ് ഡ്രൈവറില്ലാത്തതാണ്. വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. ഇത് GPS-ഉം സാറ്റലൈറ്റും ചുറ്റുമുള്ള ക്യാമറയും ഇതുമൊക്കെ സെൻസറുകൾ, കുറേ സെൻസറുകൾ കാറിൻ്റെ ചുറ്റും ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ടെസ്ലയുടെയൊക്കെ കാർ അങ്ങനെയാണ്, ഡ്രൈവറില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാറ് കാണുന്നത്. അതിനകത്ത് കയറിയിരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ കൃത്യം പോവുകയാണ്. ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ നിർത്തിയിട്ട് ഇവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറയുന്നു. കൂടെയുള്ള ചൈനക്കാരനുണ്ട്, ഇയാൾ ഇറക്കി കൊണ്ടുപോവാണ്. ഇവരെ ബിൽഡിങ്ങിൽ കയറുന്ന സ്ഥലത്ത് ആരുമില്ല, സെക്യൂരിറ്റി ഇല്ല, റിസപ്ഷനിൽ ആളില്ല, ഒന്നുമില്ല. പക്ഷേ കൂടെയുള്ള ചൈനക്കാരൻ അവിടെ കയറുമ്പോഴേക്കും എല്ലാം വാതിലുകൾ തനിയെ തുറക്കുകയാണ്. ഇവർക്ക് എത്തേണ്ട ഏതോ ഒരു നിലയിൽ, 10ാമത്തെ നിലയിലോ മറ്റോ എത്തി. അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഏറ്റവും മുകളിലത്തെ നിലയിൽ ഭക്ഷണം കഴിക്കാൻ പോയി. നമ്മൾ ഈ ലുലുവിലൊക്കെ പോകുമ്പോൾ മേലെ ഫുഡ് കോർട്ട് ഉണ്ടാവില്ലേ, അതുമാതിരി ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ പോയപ്പം ഭക്ഷണം വിളമ്പാൻ ആളില്ല. ഇവർ പോയിട്ട് ബുഫേ പോലെയാണ്, ഓരോ ഇടത്തുനിന്ന് ഇങ്ങനെ പ്ലേറ്റിലോട്ട് ഫുഡ് എടുത്തുകൊണ്ട് പോവാം. അവസാനം ഫുഡ് കൗണ്ടർ, ഈ ക്യാഷ് കൗണ്ടറിലെത്തുകയാണ്. ക്യാഷ് കൗണ്ടറിലെത്തുമ്പോൾ ക്യാഷ് കൊടുക്കാനും ആരുമില്ല. അവിടെയും ഈ ചൈനക്കാരൻ ചിരിച്ചു കാണിച്ചിട്ടങ്ങ് പോവാണ്. ഇവരുടെ കൂടെയുള്ള ആൾ ചിരിച്ചു കാണിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഫുഡൊക്കെ ഫ്രീ ആണെന്ന്. ഒരു ഫ്രീയും അല്ല.
ഈ ഭക്ഷണം പ്ലേറ്റിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ മേലെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ വെച്ചിട്ട് ഇതിൻ്റെ ചിത്രം എടുക്കുകയാണ്. എന്നിട്ട് AI 19 ഇതിപ്പോൾ നമ്മൾ 2026 ആണ്, ഇത് 2019 അന്നേ ചൈനയിൽ ഇതൊക്കെ ഉണ്ട്. ഈ ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന ചിത്രം, ആ ചിത്രം AI ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ഭക്ഷണം എത്ര എടുത്തു, അതിൻ്റെ വെയിറ്റ് എത്ര, ഇതെല്ലാം ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്യാണ്. അതിൻ്റെ ബില്ല് ക്യാഷ് എടുക്കാത്തതല്ല. ഈ ചൈനക്കാരൻ അവസാനം ചിരിച്ചു കാണിക്കുന്നുണ്ടല്ലോ, ചിരിച്ചു കാണിക്കുമ്പോൾ ഫേഷ്യൽ റെക്കഗ്നിഷനാണ്. അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്, ക്യാഷ്യർ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ ഫേസ് റെക്കഗ്നിഷൻ വെച്ചിട്ടാണ് ബിൽഡിങ്ങിനകത്ത് കയറുന്നതും സകല സാധനവും ചെയ്യുന്നത്. ഇത് 19 കണ്ടിട്ട് എൻ്റെ ഈ സുഹൃത്ത് അത്ഭുതത്തോടെ തിരിച്ചു വന്നിട്ട് പറയുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര ജോലി പോകുന്നു, എത്ര ജോലി പോയി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ കയറിയ ആ കാറിനകത്ത് ഡ്രൈവറെ ജോലി പോയി അല്ലേ? ആ ബിൽഡിങ്ങിൽ വന്നപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുടെ ജോലിയില്ല, അങ്ങനെ ഒരു റിസപ്ഷനിസ്റ്റ് ഇല്ല, സെക്യൂരിറ്റിക്കാരനില്ല, സെക്യൂരിറ്റിയിലൊരു ജോലി ഉണ്ടായിരുന്നു അതുമില്ല, ഈ ഭക്ഷണം വിളമ്പാൻ വേണ്ടിയില്ല, അങ്ങനെ ഒരാളില്ല, ക്യാഷ് അവസാനം എടുക്കാൻ ക്യാഷില്ല. ഇതൊന്നും ആൾക്കാർ എത്ര ജോലി പോയി. ഇത് മാത്രമല്ല, ഇതെല്ലാം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന നഷ്ടപ്പെട്ട ജോലികളാണ്. ഇതല്ലാതെ ഉണ്ട്. എന്താണെന്നറിയോ, ഈ കാറ്, ഉദാഹരണത്തിന് കാർ ഓട്ടോണമസ് കാറാണെങ്കിൽ, ഡ്രൈവർ ഇല്ലാത്ത കാറാണെങ്കിലും ഇതെങ്ങനെയാണ് പോകുന്നതെന്നറിയോ? ഇത് സാറ്റലൈറ്റ് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്, അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നോക്കുകയാണ് ഏത് റൂട്ടിലാണ് തിരക്ക് കുറവ്, തിരക്ക് കൂടുതൽ. ഇതെങ്ങനെയാണ് അറിയുന്നത്? ഇത് അറിയുന്നത് സാറ്റലൈറ്റ് വെച്ച് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകളും കാറും, ഇപ്പോൾ കാറിനകത്തെ മൊബൈൽ സിമ്മുണ്ട്, അത് പലർക്കും അറിയില്ല. പുതിയ കാറുകൾക്ക് അകത്തൊക്കെ സിമ്മുണ്ട്, ഇത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഡാറ്റ അവർക്ക് കിട്ടുന്നുണ്ട്, എത്ര കാറ് എവിടെ ഏത് റോഡിൽ. അതുകൊണ്ടാണ് റെഡ് കാണിക്കും അല്ലേ, തിരക്കുള്ള റോഡ് റെഡ് കാണിക്കും, അല്ലാത്ത ബ്ലൂ കാണിക്കും. ഈ ടെക്നോളജിയൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു വളവ് തിരിയാണെന്ന് വിചാരിച്ചോ, അപകടം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന റോഡിലെ അപ്പുറത്തുള്ള കാറ് ഏത് സ്പീഡിലാണ് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ഡ്രൈവർമാർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഞാനിതാ ഇപ്പുറത്തുനിന്ന് തിരിയുന്നുണ്ട് എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ടെക്നോളജി ഇപ്പോൾ ഈ അത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാറ്റലൈറ്റ് വെച്ചിട്ട് കാറുകൾ തമ്മിൽ സംസാരിക്കും. അതായത് ഞാൻ ഈ വളവിന്ന് തിരിയുന്നുണ്ട് എന്ന് അപ്പുറത്തുള്ള ഡ്രൈവർക്ക്, അപ്പുറത്തെ കാറിന് മനസ്സിലായി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവുമോ? ആക്സിഡൻറ്റ് കുറയും. ആക്സിഡൻറ്റ് കുറയുമ്പോൾ എന്ത് പറ്റും? ഇൻഷുറൻസ് പോവും. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിസിനസ്സാണ്. അതിനകത്തുള്ള എത്ര പേരുടെ ജോലി പോകുന്ന ആലോചിച്ച് നോക്കൂ. അപകടം കുറയുന്നത് നല്ലതാണ്, പക്ഷേ ഇൻഷുറൻസ് ബിസിനസ് പോവും. ഈ കച്ചവടത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു നിലനിൽപ്പ്, അടിസ്ഥാനപരമായിട്ടുള്ളൊരു വലിയ മാറ്റമാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പല കോഴ്സുകളും പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു 4 വർഷം 5 വർഷത്തെ കോഴ്സാണെന്ന് വിചാരിച്ചോ, പഠിക്കാൻ കയറി പഠിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് ആ കോഴ്സിൻ്റെ റിലവൻസ് തന്നെ ചിലപ്പോൾ പോകും. ഞാൻ എന്തിനാ കോഴ്സ് പഠിച്ചതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അത്രയും സ്പീഡിലാണ് ഇപ്പോൾ ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഈ സിലബസിനകത്ത് കണ്ടത് മാത്രം പഠിച്ച് മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാൻ കുറച്ച് പാടാണ്. ഇനി അങ്ങോട്ട് രക്ഷപ്പെടാം. അപ്പോൾ എന്താ പഠിക്കേണ്ടത് സത്യത്തിൽ അഡാപ്റ്റബിലിറ്റിയാണ്. അഡാപ്റ്റബിലിറ്റി എന്താണ്? ഒരു സാധനം ചെയ്ത് പഠിച്ച് ഇങ്ങനെ പോയാൽ ജീവിതകാലം മുഴുവനും രക്ഷപ്പെടാമെന്നുള്ള തെറ്റിദ്ധാരണ കളയണം. പണ്ട് കാലത്ത് ബ്രിട്ടനിലൊക്കെ ഈ ഷൂ ഉണ്ടാക്കുക അല്ലെങ്കിൽ കോട്ട് തയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്കില്ലാണ്. ഏറ്റവും ഭംഗിയായിട്ട് കോട്ട് തയ്ക്കുക, കോട്ടും സൂട്ടും ഒക്കെ തയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ നല്ല ഭംഗിയായിട്ട് ഷൂ ഉണ്ടാക്കൽ വലിയ സംഭവമാണ്. ഷൂ മേക്കർ, അവർ നമ്മുടെ നാട്ടിലെ ഈ കുടുംബ പേര് പോലെ തന്നെ പറയുമായിരുന്നു, ഷൂ മേക്കർ. തമാശയല്ല, ശരിക്കും ഷൂ ഉണ്ടാക്കുന്ന ആൾക്കാർ കുടുംബം അവർ അഭിമാനത്തോടെ പറയുന്നതാണ്. നന്നായിട്ട് ഷൂ ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം സെറ്റാണ്. അയാളുടെ അടുത്ത തലമുറയും സെറ്റാണ് ഒരു കാലത്ത്. ഇന്നല്ല, ഇന്നങ്ങനെ മാറിപ്പോയി അല്ലേ? ഇപ്പം ഫാക്ടറിയും മറ്റുമൊക്കെ വന്നു. ഒരു സ്കില്ല് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആ കാലം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. ഇന്നങ്ങനെ എനിക്കൊരു കഴിവുണ്ട്, എനിക്ക് പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ എനിക്കിത് ഇന്നതറിയാം, എനിക്ക് കണക്ക് കൂട്ടാൻ അറിയാം, ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ കാലം കഴിഞ്ഞുപോയി. ഇപ്പം ടെക്നോളജിയുടെ ഈ അതിപ്രസരം എന്ന് തന്നെ പറയാം. ഇത് കാരണം കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ഡിമാൻഡ് ഉണ്ടല്ലോ, ആ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണം. അതിനെയാണ് ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റക്കാവരുത്.
ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. ആ കഴിവാണ് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ ഭയങ്കരമായിട്ട് കണക്ക് പഠിക്കുകയോ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക സബ്ജക്റ്റ് പഠിക്കുകയോ ചെയ്ത് അതിനകത്തെ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിന് അതിന് വലിയ കാര്യമില്ല. കാരണം ഇതിനകത്ത് തുറന്നാൽ ChatGPT ഉണ്ട്, അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ അതിനെക്കാട്ടിലും പറഞ്ഞു തരും. അപ്പം ആ അറിവ് അല്ല, നമുക്ക് അറിവിനെ ഉപയോഗിച്ച് അതിൻ്റെ മേലോട്ട് എങ്ങനെ പോവാം എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ചെറിയ കാര്യമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിൽ ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, ഉത്തരം പറയാനുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും സ്പീഡുള്ള മൃഗം ഏതാ? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആനിമൽ? ചീറ്റ അല്ല എന്ന് വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? ചീറ്റ തന്നെ അല്ല? ചീറ്റയല്ലേ? എന്നാൽ ചീറ്റയല്ല, മനുഷ്യനാണ്. മനുഷ്യൻ റോക്കറ്റിൽ വരെ പോവും, ഫ്ലൈറ്റിൽ പോവും, വന്ദേ ഭാരതിൽ വരും. ചീറ്റയ്ക്ക് ഇതൊന്നും പറ്റൂല. ചീറ്റ എന്ത് സ്പീഡിൽ ഓടിയാലും നമ്മളെ ഈ വേഗത്തിൽ എത്താൻ പറ്റില്ല. അപ്പം മനുഷ്യൻ്റെ സ്കില്ല് എന്താണ്? മറ്റ് മൃഗങ്ങൾക്കില്ലാത്ത കഴിവുകൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് സ്വായത്തമാക്കുകയാണ്. ഇപ്പോൾ മനുഷ്യൻ ഒരു കാലത്തുള്ള ഓർമ്മശക്തി, അവൻ്റെ IQ എന്ന് പണ്ട് പറയും, IQ 100, IQ 100 മേളിലോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാൻ എന്നൊക്കെ പറയും. ഇന്ന് നമ്മുടെ IQ യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്നതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ IQ പറയാം. കാരണം പകുതി ബുദ്ധി ഇതിനകത്താണ്. നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന നമ്പറുകൾ മുഴുവൻ, കോണ്ടാക്റ്റുകൾ, പല സാധനവും മൊബൈലിനകത്താണ്. കാൽക്കുലേറ്റർ, ഇതിനകത്തില്ലാത്ത സാധനമില്ല. ഇപ്പം ഇത് നമ്മുടെ ബുദ്ധിയുടെ ഭാഗമായി മാറി. ഇതില്ലെങ്കിൽ നമ്മുടെ ജീവനില്ലാത്ത പോലെ നമ്മുടെ പാതി പോയി. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അവരാകെ ശ്വാസം മുട്ടും. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഇൻഫർമേഷൻ ഇസ് ലൈക്ക് യുവർ ബ്രെയിൻ, എക്സ്റ്റെൻഡഡ് ബ്രെയിൻ പോലെയാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ അറിയാത്തവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ടെക്നോളജിയോ ഞാൻ ഉപയോഗിക്കില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ബുദ്ധി തന്നെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ രസമുണ്ട്, നമ്മുടെ ബുദ്ധി ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് മിടുക്കരായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ലോകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന IQ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറയാണ്. കാരണം ഇതും കൂടെ ചേർത്തിട്ടുള്ള IQ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും, ഒരു 200 ആയിരിക്കും. നന്നായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ IQ ശരിക്കും 200. അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ താണു വരും. അപ്പോൾ ഈ ലോകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കാൻ അറിഞ്ഞേ പറ്റൂ. ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പം അത് നമ്മൾ പൊതുവേ ഡിസ്കറേജ് ചെയ്യും. ചെറിയ കുട്ടികൾ തീർച്ചയായിട്ടും, കാരണം ഡിജിറ്റൽ അഡിക്ഷനും മറ്റേതുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അറിഞ്ഞില്ലെങ്കിലുള്ള ഡിസഡ്വാൻറ്റേജ് അതിനെക്കാട്ടിലും ഭയങ്കരമാണ്. നമ്മൾ ഇതൊന്നും കാണിക്കാതെ വളർത്തി കൊണ്ടുവന്നിട്ട് ഭയങ്കര കഴിവായി പോയി എന്ന് പറഞ്ഞാൽ അല്ല. ആ കുട്ടി ഈ പുറം ലോകത്ത് എത്തിക്കഴിയുമ്പോൾ അവൻ വെള്ളം കുടിക്കും. കാരണം ചുറ്റുമുള്ള എല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കും. ഇപ്പോൾ IIT മദ്രാസിലുള്ളൊരു പ്രൊഫസറുണ്ട്. അദ്ദേഹം അവിടെ പരീക്ഷ നടത്തുമ്പോൾ, അവിടുത്തെ ടെസ്റ്റൊക്കെ നടത്തുമല്ലോ, ടെസ്റ്റ് നടത്തുമ്പോൾ അദ്ദേഹം പറയുക ഓപ്പൺ ബുക്കാണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് മൊബൈൽ കൊണ്ടുവരാം, സ്മാർട്ട് ഫോൺ കൊണ്ടുവരാം, കമ്പ്യൂട്ടർ കൊണ്ടുവരാം, ലാപ്ടോപ്പ് കൊണ്ടുവരാം, ഗൂഗിൾ ചെയ്യാം, ChatGPT ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ തരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണം, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തരം കണ്ടുപിടിച്ച് എഴുതണം. അങ്ങനെയാണ് അദ്ദേഹം പരീക്ഷ നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ജീവിതം അങ്ങനെയാണെന്നാണ്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാവും, ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ. അപ്പോൾ ആ രീതിയിലേക്കാണ് ആധുനിക ലോകത്ത് എന്താ പറയുക സക്സസ് അല്ലെങ്കിൽ വിജയം ഒക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒരു വശത്ത്. പക്ഷേ നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ പഠിത്തം ശരി, അക്കാഡമിക്സ് നല്ലത്, അതൊക്കെ ശരി. പക്ഷെ അത് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയൊക്കെ ഒരു വശത്ത് വരുമ്പം നമ്മളെ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യൻ്റെയോ മറ്റൊരു ജീവിയുടെയോ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വേറെ ആരുടെയും നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ, അയാളുടെ വിരൽ ചെറുതായിട്ട് മുറിഞ്ഞ് അവിടെ ഒരു പൊടി ചോര കാണുകയാണെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് നമ്മുടെ സ്വന്തം വിരൽ മുറിഞ്ഞ പോലെ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഉള്ളിലൊരു ചെറിയ വേദന വരും, അറിയാതെ തന്നെ ഒരു ചെറിയ വേദന വരും. അടുത്ത സെക്കൻഡിൽ നമ്മുടെ അല്ലല്ല എൻ്റെ വിരലല്ല, അത് മറ്റൊരാളുടെ വിരലാണെന്ന് തിരിച്ചറിയും. പക്ഷെ ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് ശാസ്ത്രമാണ്.
ശാസ്ത്രമാണ്. കാരണം മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മനുഷ്യന് കിട്ടിയിട്ടുള്ളൊരു കഴിവാണത്. നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, ഫ്രണ്ടിലത്തെ ഈ ബ്രെയിനിലുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റും. അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു എഫേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. മനുഷ്യന് മാത്രമേ അത് പറ്റൂ. മനുഷ്യന് കിട്ടിയ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അതാണ്. ഇപ്പോൾ എത്ര ടെക്നോളജി വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ പറഞ്ഞ പോലെ സഹജീവികളോടുള്ള കരുണയും ആർദ്രതയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനുള്ള ഒരു തോന്നലും അത് കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും കൂടെ സാധിക്കണം. അല്ലാതെ മാർക്ക് വാങ്ങണം എന്ന് മാത്രമായി പോകരുത്. ഇപ്പോൾ ഇവിടെ A+ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. A+ കിട്ടാത്ത കുട്ടികളെ പറ്റിയും നിങ്ങൾ ചിന്തിക്കണം. ഈ A+ മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം. ഇതുകൊണ്ട് നമുക്ക് ജീവിതം എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിലെ വിജയം ഈ അക്കാഡമിക്സ് മാർക്ക് കൊണ്ട് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായിട്ട് വളർന്നു വരാനും കൂടെ ആവണം. ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ അച്ഛനമ്മമാർക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, നമ്മളെ മക്കളെ വലിയ നിലയിലെത്തണം എന്നാണ് പറയുക. വലിയ നിലയിലെത്തണം. ഏതാ ഈ നില? ഭയങ്കര വലിയ നിലയിലാണ്. പക്ഷേ ഇത് വലിയ നിലയിൽ പോയിട്ട് ആ നിലയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആരും കാണാൻ പറ്റില്ല. ഭയങ്കര വലിയ നിലയിലാണ്. അത്രയ്ക്കങ്ങ് വലിയ നിലയിലൊന്നും സത്യത്തിൽ പോകുന്നതിനെക്കാട്ടിലും നല്ല മനുഷ്യനായിട്ട് വളർന്നു വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം നിങ്ങൾ ആ ഒരു സെൻസിറ്റിവിറ്റി, ആ കമ്പാഷൻ, കരുണ, ആർദ്രത എന്നൊക്കെ പറയുന്ന ക്വാളിറ്റീസ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ വയസ്സാകാലത്ത് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക. അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുട്ടികളെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? മറ്റേ കുട്ടിയെക്കാട്ടിലും മാർക്ക് വാങ്ങണം, അവനെക്കാട്ടിലും വേണം, ഇവനെക്കാട്ടിലും വേണം. ഇത് ഇങ്ങനെ കോമ്പറ്റീഷൻ കുത്തി വെച്ച് കഴിയുമ്പം ഇവന് സ്പർദ്ധയാണ്, കോമ്പറ്റീഷനാണ്, ദേഷ്യമാണ്, അസൂയയാണ്, ഇതൊക്കെയാണ് കുത്തിവെക്കുന്നത്. അതിൽ കാര്യമില്ല. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താ? അവനവൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കാനാണ്. അല്ലെങ്കിൽ മറ്റവനെക്കാട്ടിലും മാർക്ക് എന്നുള്ള ആ ഒരു ചിന്തയെക്കാട്ടിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതാണോ പുറത്ത് വരുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ അതാണ് നോക്കേണ്ടത്. ഞാൻ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ IAS അറിയാമല്ലോ, ഭയങ്കര കോമ്പറ്റീഷനാണ്. ഒരു 10-16 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവനും ഇത്രയും പേര് ഇരുന്ന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഇരുന്ന് പഠിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒരു കോച്ചിങ്ങോ അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരു 10-40 പേരായിരിക്കും ഒരു ക്ലാസ്സിൽ. ഈ 10-40 പേര് ഇരുന്നിട്ട് അവനെക്കാട്ടിലും മാർക്ക് വാങ്ങണം, ഇവനെക്കാട്ടിലും മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞിരുന്ന് എന്ത് മണ്ടത്തരമെന്ന് ആലോചിച്ച്. എന്ത് മണ്ടത്തരമോ. കാരണം UP യിലും ബീഹാറിലും ഡൽഹിയിലും ചെന്നൈയിലും അവിടെയൊക്കെ ഇരുന്നിട്ട് എത്രയോ പേര് പഠിക്കുകയാണ്. അവരുമായിട്ടൊന്നും എനിക്ക് അറിയില്ല അവരെവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇപ്പം ഞാനിവിടെ തിരുവനന്തപുരത്തോ കോട്ടയത്തോ തൃശ്ശൂരോ കോഴിക്കോടോ ഇരുന്ന് പഠിക്കുന്ന ഒരു 10-30 കുട്ടികളെ കണ്ടിട്ട് ഇവരുമായിട്ട് കോമ്പറ്റീഷൻ വെച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ താഴ്ത്തുകയാണ്. നിങ്ങൾക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ശരിക്കുള്ള കോമ്പറ്റീഷൻ എന്താണ്. അപ്പോൾ ശരിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഏറ്റവും നന്നായിട്ട് പ്രകടനം വരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ബെസ്റ്റ് പുറത്തെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ബെസ്റ്റ് ഒരുപക്ഷെ ഡൽഹിയിലിരിക്കുന്നവനെക്കാട്ടിലും മേലെ ആയിരിക്കും, ഏറ്റവും ബെസ്റ്റായിരിക്കും. പക്ഷേ നിങ്ങൾ കോമ്പറ്റീഷനിൽ ഇവിടുത്തെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ട് കോമ്പറ്റ് ചെയ്യും, ഈ കുട്ടിയെക്കാട്ടിലും മാർക്ക് കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ ശരിക്കും നിങ്ങൾ താഴുക എന്നാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഈ സ്പർദ്ധയും പോകും. നമ്മൾ കൂടെ നിൽക്കുന്ന കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് ചേർത്തിട്ട് പഠിക്കാൻ പറ്റും, ഒരു മനുഷ്യത്വം വരും. നമ്മൾ ഒരുമിച്ച് ജയിക്കുന്നതിനകത്താണ് ഒരു ഭംഗി, അതാണ് ബ്യൂട്ടി, അതിലാണ് നന്മ, അതിലൊരു ദൈവികത്വമുണ്ട്. കാരണം നമ്മളെല്ലാവരിലും ഒരു ദിവ്യമായിട്ടുള്ളൊരു അംശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ദൈവികത്വമുണ്ട് നമ്മളെല്ലാവരിലും. അത് തിരിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവാൻ സാധിക്കണം. അല്ലാതെ സ്വാർത്ഥതയോടെ ഞാനായി, എൻ്റെ പാടായി, എൻ്റെ കാര്യങ്ങൾ മാത്രമായി എന്ന് പറഞ്ഞു കഴിയുമ്പം എന്താ പറയുക, ഞാൻ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലോട്ട് പോകും. അതല്ല കുട്ടികളിൽ കുത്തിവെക്കേണ്ടത്. കുട്ടികളിൽ കുത്തിവെക്കേണ്ടത് ഈ കോമ്പറ്റീഷനെക്കാട്ടിലും സഹവർത്തിത്വത്തിൻ്റെ, നന്മയുടെയൊക്കെ മെസ്സേജാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും നോളജിൻ്റെയും ഒക്കെ ഒരു വിഷയം സംസാരിക്കുന്ന ഇവിടെ എനിക്ക് തോന്നുന്നു ഇതും കൂടെ പറയാതെ പോയാൽ ശരിയാവില്ല. വി നീഡ് മോർ കമ്പാഷൻ. നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്നതും അതാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വിഷമത്തോടെ നമ്മൾ കണ്ടതും അതാണ്. സമൂഹത്തിൽ പൊതുവേ ഈ ഒരു ധാർഷ്ട്യവും പകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഒക്കെയുള്ള ടെൻഡൻസി വല്ലാതെ വർദ്ധിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് ദ ടൈം ടു ചേഞ്ച്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ഈ സമൂഹത്തെ പിടിച്ച് നന്മയുടെ പാതയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും.
പ്രത്യേകിച്ച് കുട്ടികളിലൂടെ അത് സാധിക്കും. അതിനുള്ള ഒരു നല്ല തുടക്കമാവട്ടെ. ഇവിടെ ഒത്തുകൂടിയ ഇത്രയും നല്ല മനസ്സുള്ള, വിദ്യാഭ്യാസത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഇത്രയും നന്മയുള്ള ആൾക്കാർ, നാട്ടുകാർ, ഇവരേവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ. ലെറ്റ്സ് കീപ് കണ്ടിന്യൂയിങ് ദിസ്. നമുക്ക് ഏവർക്കും ഒരുമിച്ച് വിദ്യാഭ്യാസവും വിജ്ഞാനവും അതോടൊപ്പം കരുണയും ആർദ്രതയും കൂടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്താം. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി പറയണം. നന്ദി, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. താങ്ക് യു.